ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓർ വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആണ്ടിലൊരിക്കലൊക്കെ വീഡിയോസ് ഇടുന്നതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഇന്നും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ വീഡിയോക്ക് പോകാം. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇമ്മമാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വൈക്കിൽ ആപ്പാപ്പാൻ്റെ കട കണ്ടപ്പം അവിടെ ഒന്ന് ഇറങ്ങി. ഈ വൈക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ഇറങ്ങി ഒപ്പിടൽ നിർബന്ധം. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് ടേസ്റ്റും ചെയ്യാലോ. കണ്ടോ, ലാമോനൊക്കെ ഓരോ ഫ്രൂട്ട്സും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പം നമുക്ക് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ പരിചയപ്പെടുത്തി തരികയാണ്. എന്താണ് അല്ല മുന്തിരി പിന്നെ നമ്മൾ ആപ്പാപ്പ പ്രത്യേകം പറഞ്ഞിട്ടോ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ വ്ളോഗിൽ ആഡ് ആക്കണമെന്ന്. ഈ മാങ്ങന്റെ പേരെന്താ? നീലമാങ്ങ. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡിൽ ഒന്നാണ് സാധനം. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഫ്രൂട്ട്സ് വാങ്ങിയും തിന്നും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ മമ്മാൻ്റെ അടുത്തേക്ക്. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എങ്ങനെ റംബൂട്ടാൻ കഴിക്കാം. റംബൂട്ടാൻ നമ്മളിങ്ങനെ കടിച്ചിട്ട് കഴിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം ഒരു ഭാഗത്തേക്ക് തന്നെ ചെരിച്ച് പറിക്കണം. ഇത് പിടിഞ്ഞ് ഇമ്മമാൻ്റെ അടുത്ത് എത്തിയതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നു പോയിട്ടോ. ഇപ്പൊ ഇതാ ഫുഡ് കഴിക്കുമ്പോഴാണ് വ്ളോഗിന്റെ കാര്യം തന്നെ എനിക്ക് ഓർമ്മ വന്നത്. എന്റെ കസിൻസിന്റെ മക്കളൊക്കെ ആയിട്ട് എല്ലാരും ഉണ്ടായിന് അവിടെ. അപ്പൊ പിന്നെ കളിയും ചിരിയും സംസാരമൊക്കെ ആയിട്ട് വ്ളോഗ് കണ്ട് മറന്നു. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോതാ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അങ്ങനെതാ ഇനി ഞങ്ങൾ നേരെ വീട്ടിക്ക്. ഇങ്ങോട്ട് പോന്നപ്പോൾ നല്ല വെയിലൊക്കെ ആയിരുന്നു. ഇതാ തിരിച്ചു പോയപ്പോൾ ഭയങ്കര മഴ. അങ്ങനെ വീട്ടിലൊക്കെ എത്തിയിട്ട് ഇതാ ഞങ്ങൾ വേറൊരു കാര്യത്തിനായിട്ട് ഇറങ്ങാണ്. ലൈമോൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അതിനായിട്ട് സർപ്രൈസ് ആയിട്ട് ഒരു സൈക്കിൾ മേടിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ കുറേ നേരം തപ്പി ഒരു സൈക്കിളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പരിപാടീസൊക്കെ തുടങ്ങണം. ഒരു ടീം ഇതാ രാവിലെ തന്നെ പോയിട്ട് കടയും തുറപ്പിച്ച് ഡെക്കറേഷണൽ ഐറ്റംസ് ഒക്കെ മേടിക്കാണ്. രാവിലെ തന്നെ ഏത് കടയും തുറന്നിട്ടില്ല. ഇതാ ഇവരാണ് ഇന്ന് പോയിട്ട് എല്ലാ കടയും തുറക്കണത്. അങ്ങനെ ആദ്യം കുറച്ചാൾ പോയിട്ട് ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാണ്. ലായ്മോനും ഞാനും പോയിട്ടില്ല കേട്ടോ. ഇങ്ങനൊരു പരിപാടി ഓന് സ്വപ്നത്തെ പോലും കരുതിയിട്ടുണ്ടാവില്ല. കാരണം ഓൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് ഓന് പോലും അറിയൂല. അപ്പൊ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ അരീക്കോടിലെ മുറിഞ്ഞുമാട്ടിലാട്ടോ പോകുന്നത്. അങ്ങനെ ഊര് പോയിട്ട് അവിടെ ഡെക്കറേഷനൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും ലൈമോനും പോവാണ്. ഇതിപ്പോ റിസോർട്ടിൽ അടിച്ചു പൊളിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ലൈമോന് പോരുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് ചോദിക്കും ദീദി പറ്റിക്കാണോന്ന്. പിന്നെ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് ഞങ്ങൾ അവിടെ എത്തി. ഇവിടെ കണ്ടപ്പം ഓന് കാര്യം മനസ്സിലായി. ഓന് റിസോർട്ടിക്കല്ല വന്നത്, ഓനെ ഞാൻ പറ്റിച്ചിക്കണെന്ന്. പിന്നെ ഈ ഒരു സ്ഥലം ഓന് ഇഷ്ടമായതുകൊണ്ട് വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഫെബി ഓനെ വേറെ സൈഡിൽ കൂടെ കൊണ്ടുപോയി. അപ്പോക്ക് നമ്മളെ ടീംസ് ഇതാ എല്ലാതും കംപ്ലീറ്റ് ആക്കിയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ഫൈനൽ ടച്ചപ്പ് കൂടിയുള്ളൂ. നട്ടുച്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ ഭയങ്കര ചൂടേന്ന്. അങ്ങനെ ഇതാ ദൂരേന്ന് ഓല് വരുന്നുണ്ട്. പെട്ടെന്ന് ഫെബിനെ കണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഓലാകെ കറങ്ങി തിരിഞ്ഞാണ് വരുന്നത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ആരുമില്ലേന്നു. പെട്ടെന്ന് എല്ലാവരും കണ്ടപ്പോൾ ഓൻ ആകെ ഒന്ന് ഷോക്കായി. കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സർപ്രൈസും. ആകെ മൊത്തത്തിൽ ഓൻ കിളി പോയിക്കണ്. നട്ടുച്ചക്ക് ഇപ്പോൾ ഒരു വെയിലത്ത് ആകെപ്പാടെ പിടുത്തം വിട്ട് നിൽക്കണേ ഞങ്ങളെല്ലാവരും. കണ്ടോ അമ്മച്ചിൻ്റെ ഒക്കെ ഒരു നിപ്പ്.
ലായി ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് ആള്. കണ്ടപ്പോൾ തന്നെ അതിലൊന്ന് കയറി ഓൻ്റെ ചെക്കിംഗ് ഒക്കെ നടക്കുകയാണ്. സൈക്കിളൊക്കെ കിട്ടി, പക്ഷെ ഇത് ഓടിക്കാൻ ഓനക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പം മെല്ലെ മെല്ലെ അതൊക്കെ പഠിച്ചിട്ട് വേണം. കുറച്ച് നേരം നിന്നപ്പോക്ക് ഞാൻ ആകെ ക്ഷീണിച്ചു. അപ്പോൾ രാവിലെ മുതലേ അവിടെ നിൽക്കുന്ന ഒരവസ്ഥ എന്തായിരിക്കും. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഗിഫ്റ്റ്സ് ഒക്കെ പൊട്ടിക്കുന്ന തിരക്കിലാണ് നമ്മൾ ലായി. സൈക്കിള് കിട്ടിയതിലേറെ സന്തോഷം ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഓനുണ്ടായിരുന്നു. ഓന് കുറേ നാളായിട്ട് ആഗ്രഹിക്കണ ഒരു മുതലാണ് ഈ ഒരു ക്യാമറ. അത് കിട്ടിയപ്പോൾ ഓന് ഭയങ്കര ഹാപ്പി. പിന്നെ അങ്ങോട്ട് എല്ലാവരുടെ ഫോട്ടോസൊക്കെ എടുത്തില്ല നടപ്പേന്ന്. നമ്മളെ സെലിബ്രേഷൻ അതാ അവിടെ ലാടാൾ വരെ സജീവായിരുന്നു. മാഷാല്ലാ, അങ്ങനെ നമ്മുടെ ലായമോനത 4 വയസ്സാവുകയാണ്. എത്ര പെട്ടെന്ന് 4 കൊല്ലമൊക്കെ കഴിഞ്ഞു പോയത്. സത്യം വന്നാൽ ഓൻ എത്ര പെട്ടെന്ന് വളരുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല എനിക്ക്. പിന്നെ എന്നും ഇതുപോലെ ഒന്നും നിൽക്കൂലല്ലോ. ഇൻഷാ അല്ലാ ഇനി അങ്ങോട്ടും ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ. അങ്ങനെ ഈ ഒരു കേക്ക് പീസിലൂടെ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സമയം ഉച്ച ആയതുകൊണ്ടും നല്ല ചൂടായതുകൊണ്ടും ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇനി ഈവനിങ് ഒക്കെ ആയി തുടങ്ങിയാൽ ഇവിടെ കംപ്ലീറ്റ് ആൾക്കാരാവും. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കോഴിക്കോട് വരെ പോവാണ്. അതും എൻ്റെ ഇല്ലോസിൻ്റെ കൂടെയാണ് കേട്ടോ പോയത്. അങ്ങനെ ഹൈലൈറ്റ് മാളിലെത്തി. ഇനിയിപ്പം വെറുതെ കിടന്ന് കറങ്ങി തന്നെ. അങ്ങനെ ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയതിനു ശേഷമാണ് ഞങ്ങൾ കറക്കങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഞങ്ങൾ ഷോപ്പിങ്ങിനൊന്നുമല്ല വന്നത്, വെറുതെ ആ വൈക്ക് പോയപ്പോൾ കയറിയെന്നുള്ളൂ. ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങളൊന്ന് സ്പ്ലിറ്റായി. ഞങ്ങൾ ഗേൾസ് വേറെ സൈഡും ബാക്കിയുള്ളവർ വേറെ സൈഡുമാണ് കറക്കം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് സ്റ്റുഡിയോയിലാണ്. സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോസ്മെറ്റിക്സിൻ്റെ സൈഡിലേക്കാണ് നേരെ പോയത്. അങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ നോക്കി ഞങ്ങൾ നേരെ മിനിസോക്ക് വിട്ടു. ഞങ്ങൾ ഗേൾസ് പിന്നെയും സ്പ്ലിറ്റ് ആയിട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമാണ് കറക്കാം. ഇവിടെ പിന്നെ ഞങ്ങൾ കുറേ നേരം കറങ്ങി തിരിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ മിന്നായ പോലെ പെർപ്പിളിൻ നൈക്കിൻ്റെ ഒക്കെ സ്റ്റോർ കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് ഇട്ട്. ഇവിടെ പിന്നെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തേക്കണ്. അങ്ങനെ കുറേ നേരം ട്രയൽ ചെയ്തിട്ട് അല്ലാതെ ചില ഐറ്റംസ് ഒക്കെ മേടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ സൂഫി മന്തി കിട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ മന്തി ട്രൈ ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത മന്തിയായിരുന്നു. കാണാനും ഭംഗിയുണ്ട്, അതുപോലെ തന്നെ തിന്നാനും. പേഴ്സണലി ഞാനൊരു ബിരിയാണി ഫാനായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് മന്തിമേല പിടിച്ചിരിക്കണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു.